യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. പുതിയ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദൈവവചനം ധ്യാനിപ്പാൻ വേണ്ടി നൽകിയല്ലോ. തീർച്ചയായിട്ടും ഇന്നത്തെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചനചിന്ത നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നല്ലോ. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചെ പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം. ഈ ഒരു ചിന്തയുടെ വളരെ പ്രധാനപ്പെട്ട ചിന്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിൻ്റെ 8-ാം വാക്യം മുതലാണ്. എന്നാൽ അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ വീട്ടുടയവനായ ഈ യജമാനൻ തൻ്റെ ദാസന്മാരോട് അല്ലെങ്കിൽ തൻ്റെ വേലക്കാരോട് ഓരോ ദിവസത്തെ വെള്ളിക്കാശ് അവർക്ക് കൂലിയായി നിശ്ചയിക്കുകയും അതേപോലെ തന്നെ ചെയ്യാൻ പോകുന്ന ജോലിയുടെ വിവരണങ്ങൾ നൽകുകയും ചെയ്തു. ഇതേപോലെ തന്നെയാണ് കർത്താവ് നമ്മളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവം നമ്മെ ആക്കി വെച്ച സ്ഥാനത്ത് ദൈവം നമ്മളോട് പറയുന്നതായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയണം. അതേപോലെ തന്നെ ദൈവം നമുക്ക് പ്രതിഫലം നൽകുന്നു എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുകയും ചെയ്യണം. മറ്റൊരു വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ തൻ്റെ വചനം അനുസരിക്കുന്നവർക്ക്, തൻ്റെ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ. ഒരിക്കലും നമ്മൾ ഏകപക്ഷീയമായിട്ടല്ല ദൈവത്തെ നാം സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത്, ദൈവത്തെ പിൻപറ്റുന്നത്, ദൈവത്തോടുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത്. മറിച്ച് ദൈവം നമ്മളോട് ചേർന്ന് നമ്മൾ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ, ഒരു സ്നേഹബന്ധത്തിൽ ആകുമ്പോൾ ദൈവം നമ്മെ ആക്കി വെച്ച സ്ഥാനത്ത് ദൈവം നമുക്ക് ചില അസൈൻമെന്റ്സ്, നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ അവൻ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ നമുക്ക് ന്യായമായ പ്രതിഫലം നൽകുമെന്നുള്ളതാണ് അവന്റെ വാഗ്ദാനം എന്ന് പറയുന്നത്. ഈ ഉപമയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവൻ ആദ്യം കുറച്ച് ദാസന്മാരെ അവൻ ഓരോ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞ് ഒത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ തൻ്റെ വേല എന്ന് പറയുന്നത് അത് വളരെ വലുതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചില വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ വലിയ മഴ വരുന്നതിന് മുമ്പ് ഈ വിളവെല്ലാം തന്നെ ശേഖരിക്കണം, അതെല്ലാം തന്നെ കൊയ്തെടുക്കണം എന്നുള്ളത് യജമാനന്റെ വലിയൊരു അർജൻസി ആയിരുന്നു. ഇതേപോലെ തന്നെയാണ് ഇന്ന് ദൈവരാജ്യത്തിലും ദൈവം തീർച്ചയായിട്ടും തൻ്റെ വരവിനെക്കുറിച്ചുള്ള വ്യക്തമായ ഉദ്ദേശം തനിക്കുണ്ട്. എന്നാൽ അതിനു മുമ്പ് വളരെ ദ്രുതഗതിയിൽ, വളരെ അർജൻസിയിൽ, വളരെ അധികം അടിയന്തരതയിൽ നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവം തൻ്റെ വേലയെക്കുറിച്ച് വളരെ ജിജ്ഞാസയുള്ളവനാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, കൊയ്ത്തു വളരെയുണ്ട് സത്യം, വേലക്കാരെ ചുരുക്കം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൊയ്ത്തിന് വേലക്കാരെ കൂടുതൽ ലഭിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ കൊയ്ത്തിന്റെ യജമാനനോട് പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, ദൈവം തന്റെ പ്രവൃത്തിയിൽ വളരെ ഉത്സുകനും അതേപോലെ തന്നെ ദൈവം നമ്മളെ കൊണ്ടാണ് തൻ്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ നിറവേറ്റുന്നുള്ള സത്യവും നമ്മൾ മറന്നുപോകരുത്. നമ്മൾ വാസ്തവമായിട്ടും കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ കർത്താവ് നമ്മോട് പറയുന്നത് തൻ്റെ വേല ചെയ്യണമെന്ന, താൻ ആവശ്യപ്പെടുന്ന അസൈൻമെന്റ്സ്, താൻ ആവശ്യപ്പെടുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യണമെന്ന് അവൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. ഇത് സംബന്ധിച്ച് ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഭാഗം ഞാൻ എടുക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം അവസാന അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പത്രോസിന്റെ അടുക്കിലേക്ക് യേശുക്രിസ്തു കടന്നു വന്നിട്ട് പത്രോസിനോട് 3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു? അങ്ങനെ 3 പ്രാവശ്യം ചോദിച്ചു. 3-ാമത്തെ പ്രാവശ്യം ചോദിക്കൽ പത്രോസ് വിങ്ങിപ്പൊട്ടി കരയാനിടയായി തീർന്നു. യേശുവിനോട് പറഞ്ഞതായ ഒരു പ്രധാനപ്പെട്ട കാര്യം, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ ആ ജനത്തെ മേയ്ക്കുക എന്നുള്ളതായ അല്ലെങ്കിൽ അവരെ പരിപാലിക്കുക എന്നുള്ളതായ ആ വലിയ റെസ്പോൺസിബിലിറ്റി പത്രോസിന് നൽകിക്കൊണ്ട് പത്രോസിനെ യേശു യഥാസ്ഥാനപ്പെടുത്തുന്നുണ്ട്. ചിലർ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് പത്രോസിന്റെ അടുക്കൽ മാത്രം യേശുക്രിസ്തു കടന്നു വന്ന് ഇപ്രകാരം ഒരു കൽപ്പന അവനോട് പറഞ്ഞത്? എന്തുകൊണ്ടെന്നാൽ പത്രോസ് യേശുക്രിസ്തുവിനെ തള്ളി പറഞ്ഞവനാണ്. പത്രോസ് യേശുവിനെ വിട്ടു നടന്നവനാണ്.
അതുകൊണ്ട് അവനെ യഥാസ്ഥാനത്താക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. യേശുക്രിസ്തു തെരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരെ കുറിച്ചും യേശുക്രിസ്തുവിന് അങ്ങനെ വളരെ അധികം കാര്യമായിട്ടുള്ള പരിഗണന ഉണ്ടായിരുന്നു. എന്നാൽ ഒരുവൻ അതിൽ നിന്നും മാറി യേശുവിനെ തന്നെ തള്ളിപ്പറഞ്ഞ് അവൻ ഒഴിവായപ്പോൾ അവനെ യഥാസ്ഥാനപ്പെടുത്തണമെന്നുള്ളത് കർത്താവിന്റെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ കർത്താവ് ഉപമ പറഞ്ഞപ്പോൾ ഇപ്രകാരം പറഞ്ഞത്, ഒരുവന് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ, അതിലൊന്നിനെ കാണാതെ പോയാൽ ബാക്കി 99 വിട്ടേച്ച് അവൻ ആ കാണാതെ പോതിനെ അന്വേഷിക്കുകയില്ലയോ? അതെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വളരെ കാര്യമായി പരിഗണിക്കുന്നു. അവൻ നമ്മൾ ആരും തന്നെ നഷ്ടപ്പെട്ടു പോകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നില്ല. അഥവാ നഷ്ടപ്പെട്ടു പോയാലും നമ്മെ കണ്ടെത്തുന്നവനായ ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ഇവിടെ ഈ മുന്തിരിത്തോട്ടത്തിന്റെ യജമാനനുള്ള ആ അർജൻസി എത്ര വലുതാണ്! താൻ ഓരോ സമയത്തും വേലക്കാരെ വിളിക്കുന്നു. രാവിലെ താൻ അസൈൻ ചെയ്തതായ ആ ജോലിക്കാർ പോരാ എന്ന് തോന്നിയപ്പോൾ അവൻ 3-ാം മണി നേരത്തും പുറപ്പെട്ട് വേലക്കാരെ അന്വേഷിച്ചു. അതേപോലെ തന്നെ അവൻ 6-ാം മണി നേരത്തും ചെന്ന് വേലക്കാരെ അന്വേഷിച്ചു. അതുപോലെ 11-ാം മണി നേരത്തും ചെന്ന് വേലക്കാരെ അന്വേഷിച്ചു. അതായത് ഈ ഒരു സമയക്രമം എന്ന് പറയുന്നത് ജൂവിഷ് സമയക്രമമാണ്. അതിൽ നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ അവരുടെ 6-ാം മണിയും 3-ാം മണിയും അതുപോലെ 9-ാം മണി നേരവും 11-ാം മണി നേരവും എന്നൊക്കെ പറയുന്നത് പ്രഭാതത്തിൽ, അതായത് ഒരു 6 മണി സമയം, സൂര്യൻ ഉദിക്കുന്ന സമയം മുതൽ അവരുടെ പ്രവൃത്തി ആരംഭിക്കുന്നു. ചിലരെ 9-ാം മണി നേരത്ത് വിളിച്ചു, ചിലരെ 3-ാം മണി നേരത്ത് വിളിച്ചു, ചിലരെ 11-ാം മണി നേരത്ത് വിളിച്ചു. 11-ാം മണി നേരം എന്ന് പറയുമ്പോൾ നമ്മുടെ വൈകിട്ട് 5 മണിക്ക്, അതായത് ജോലി തീരുന്നതിന് മുമ്പ് ഏകദേശം 1 മണിക്കൂർ മുമ്പും ഈ വീട്ടുടമസ്ഥൻ, അതേ ഈ യജമാനൻ വേലക്കാരെ അന്വേഷിച്ചു. പക്ഷെ ഇവരോടെല്ലാം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ന്യായമായത് തരാം. പക്ഷെ ആദ്യം അയച്ചവരോട് യജമാനൻ പറഞ്ഞത് ഓരോ വെള്ളിക്കാശ്, 1 ദിനാറിയസ്, ഒരു ദിവസത്തേക്ക് 1 വെള്ളിക്കാശ് പറഞ്ഞൊക്കെയും ബാക്കിയുള്ളവരോട് പറയുന്നു ന്യായമായത് ഞാൻ നിങ്ങൾക്ക് തരാം എന്നുള്ളത്. ഇത് കർത്താവ് നമുക്ക് തരാൻ പോകുന്ന പ്രതിഫലത്തെ കുറിച്ചാണ്. ചിലരോട് കർത്താവ് വ്യക്തമായി പറയുന്നു, ഞാൻ നിങ്ങൾക്ക് എന്ത് തരും എന്ന് പറയുന്നു. അതേപോലെ തന്നെയാണ് നമുക്ക് ശിഷ്യന്മാരുടെ കാര്യത്തിലും ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചപ്പോൾ യേശു പറയുകയുണ്ടായി, നിങ്ങൾക്ക് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ദൈവം പ്രതിഫലം തരുമ്പോൾ ഈ ലോകത്തിലും നമുക്ക് തരും, അതേപോലെ തന്നെ സ്വർഗത്തിലും നമുക്ക് തരും. ഈ ലോകത്തിൽ നമുക്ക് തരുന്ന പ്രതിഫലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, നമ്മുടെ സമാധാനം കെടുത്തുന്ന ഒന്നും കർത്താവ് തരികയില്ല. മറിച്ച് നമ്മുടെ സമാധാനത്തിനുള്ളത്, നമ്മുടെ സന്തോഷത്തിനുള്ളതാണ് ദൈവം നമുക്ക് തരുന്നത്. അത് നമ്മൾ ഓരോരുത്തരും ശരിയായിട്ട് മനസ്സിലാക്കുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ആ ആത്മീക പരിജ്ഞാനത്തിലേക്ക് വരുന്നത് കൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് സംസാരിച്ച മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലെ ആ വാക്യം കൂടെ ഒന്നുകൂടെ വായിച്ചിട്ട് പ്രതിഫലത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 27-ാം വാക്യമായിരുന്നല്ലോ. പത്രോസ് യേശുവിനോട് ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചതിന് യേശു വളരെ വ്യക്തമായി പറയുന്നു, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ, അതായത് യഥാസ്ഥാപനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഇതാണ് എറ്റേണൽ ബ്ലെസ്സിങ്. നമ്മുടെ ജീവിതത്തിലും ഇതൊരു എറ്റേണൽ ബ്ലെസ്സിങ് ആണ്. അതായത് ദൈവം നമുക്ക് തരുന്നതായ അനുഗ്രഹം, അതേക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം ദൈവത്തിന്റെ കൃപയുടെ സിംഹാസനം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഭീമ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സിംഹാസനത്തിൽ ദൈവം നമുക്ക് പ്രതിഫലം തരും. ഇത് നമ്മുടെ എറ്റേണൽ ബ്ലെസ്സിങ് ആണ്. എന്നാൽ ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് ലഭിക്കുന്നതായ നന്മ അടുത്ത വാക്യത്തിൽ 29-ാമത്തെ വാക്യത്തിൽ കാണുന്നു, എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും, അവൻ നിത്യജീവനെയും അവകാശമാക്കും. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയും അതേപോലെ തന്നെ ഭാവി അവസ്ഥയും കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രതിഫലം ദൈവം കൊടുക്കും. ആർക്കാണ്? തൻ്റെ വേല ചെയ്യുന്ന ആളുകൾക്ക്. എന്തിനാണോ ദൈവം നമ്മെ വിളിച്ചത്, ആ വേല ചെയ്യുന്നവർക്ക് ദൈവം ഈ ഭൂമിയിലും വരുവാനുള്ള ആ ലോകത്തും അവൻ നമുക്ക് പ്രതിഫലം നൽകുവാനിടയായി തീരും. കർത്താവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും
ഈ പ്രതിഫലത്തെക്കുറിച്ചും ഒരു കാഴ്ചപ്പാട് ഉണ്ടാകും. അവർ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ പ്രതിഫലത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവും അതേക്കുറിച്ചുള്ള ധാരണയും അവർക്കുണ്ടാകും. നമ്മൾ 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് തന്നെയാണല്ലേ പറയുന്നത്, ഞാൻ ന്യായമായത് നിങ്ങൾക്ക് തരാം. അതിൻ്റെ അർത്ഥം അവർ ആരും തന്നെ പ്രഭാതം മുതൽ ജോലി ചെയ്യുന്നവരല്ല. പക്ഷേ സമയത്തിൻ്റെ മുന്നോട്ടുള്ള നീക്കത്തിൽ യജമാനന് അവരെ വിളിച്ചതായ സമയത്ത് മുൻപ് സീനിയേഴ്സായ ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവരോട് കൂടെ തന്നെ ഇവർ ജോലി ചെയ്യുമ്പോൾ ഇവർ അവരെക്കാളും താമസിച്ച് ഫീൽഡിൽ വന്നവരാണ്. പക്ഷെ അവരോടെല്ലാം തന്നെ യജമാനൻ പറയുന്നു, നിങ്ങൾക്ക് ന്യായമായത് ഞാൻ തരാം. ഈ യജമാനന്റെ ന്യായം എന്ന് പറയുന്നത് ഈ ജോലിക്കാരൻ്റെ ന്യായമല്ല, മറിച്ച് അത് യജമാനന്റെ ന്യായമാണ്. അവനിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവൻ്റെ ന്യായം ലഭിക്കും എന്നുള്ളത് വളരെയധികം പ്രതീക്ഷ പകരുന്ന ഒന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, അവൻ ന്യായമായി തരും എന്ന് പറഞ്ഞാൽ അവൻ എത്രത്തോളം സമ്പന്നനാണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അവൻ ന്യായമായത് തരുമെന്ന് പറഞ്ഞാൽ ഈ ലോകം തരുന്ന പ്രതിഫലം പോലല്ല, ഏറ്റവും നല്ല പ്രതിഫലം ദൈവം നമുക്ക് തരുവാനിടയായി തീരും. അതിനായിട്ടുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും ദൈവം നമുക്ക് തരട്ടെ. നമുക്കങ്ങനെ പ്രാർത്ഥിപ്പാൻ കഴിയട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങൾ നമ്മൾ പ്രതിഫലം എന്നുള്ള വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. ഞാൻ പിന്നീട് ആ വേദഭാഗങ്ങൾ അല്ലെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും പ്രത്യേകിച്ച് ദൈവരാജ്യ ഉപമ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ പ്രാപിക്കാൻ പോകുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവം നമുക്ക് ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തിലും നൽകുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിലെ നമ്മുടെ പ്രഭാത വചന ധ്യാനത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ദൈവം തരുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ന്യായമായി പ്രതിഫലം തരുന്നവൻ. ഞങ്ങളെ വിളിച്ച അങ്ങ് ഞങ്ങളെ അസൈൻ ചെയ്തിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി ഞങ്ങളെ അയക്കുമ്പോൾ ന്യായമായിട്ട് തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ അയച്ച അങ്ങ് വിശ്വസ്തനെന്ന് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ മനസ്സിലാക്കുന്നു. ഇന്ന് ഈ വചനങ്ങൾ കേൾക്കുന്ന പ്രിയമുള്ളവർക്ക് കർത്താവിനെ പൂർണ്ണമായും വിശ്വസിക്കുവാനും അർത്ഥവത്തായ അതേപോലെ തന്നെ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്രിസ്ത്യ ജീവിതം ഈ ഭൂമിയിൽ നയിപ്പാൻ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മുതൽ നമുക്ക് കൂടുതൽ ആഴത്തിലുള്ള വചനഭാഗം ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ആൾ.